ഹൈറേഞ്ചിന് അഭിമാനമായി നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കട്ടപ്പന നിന്നൊരു ക്യാപ്റ്റൻ. ഗാഗുൽത്ത ബോട്ട് ക്ലബിന്റെ സെന്റ് ജോർജ് പുത്തൻചുണ്ടനിലാണ് കട്ടപ്പന സ്വദേശി റെജി കേശവൻ നായർ ക്യാപ്റ്റനായിട്ട് എത്തുന്നത്. പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പുകൾക്ക് തീപിടിപ്പിച്ച് കാണികളിൽ ആവേശത്തിന്റെ തിരയിളക്കം തീർത്ത ചുണ്ടൻ വള്ളങ്ങൾ മത്സര പോരാട്ടം നടത്തുമ്പോൾ കായലും കടലുമില്ലാത്ത ഇടുക്കിയിൽ നിന്നും ഇത്തവണ ഒരു ക്യാപ്റ്റൻ ചുണ്ടൻ വള്ളത്തിന്റെ നായകനായിട്ട് എത്തുന്നത് മലയോരത്തിനും അഭിമാനമാണ്. ഓഗസ്റ്റ് 30-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സെന്റ് ജോർജ് പുത്തൻചുണ്ടനിൽ കട്ടപ്പനയുടെ അഭിമാനമായ റെജി കേശവൻ നായരാണ് ക്യാപ്റ്റൻ ആവുക. ഒരു 6 വർഷക്കാലമായിട്ട് വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് താഴത്തങ്ങാടി അതുപോലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെയും ഇരട്ടുകുത്തികളുടെയും ഒക്കെ വള്ളംകളിക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ വള്ളംകളി കണ്ട് വള്ളംകളിയിലുള്ള ആവേശം, ജലോത്സവത്തിൻ്റെ ആവേശമൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്യാപ്റ്റൻ ആകണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയെ പ്രതിനിധീകരിച്ച് നമ്മുടെ നെഹ്റു ട്രോഫിയിലെ ജലമേളയിൽ നമ്മുടെ ഇടുക്കി ജില്ലയെ ഉയർത്തിപ്പിടിക്കാനും, പ്രത്യേകിച്ച് കട്ടപ്പന, നമ്മുടെ ചുണ്ടൻ വള്ളത്തിൽ എഴുതിയിരിക്കുന്നത് തന്നെ കട്ടപ്പന എന്നാണ്. കട്ടപ്പന ചുണ്ടൻ എന്നുള്ള ആലേഖനം ചെയ്തുകൊണ്ടുള്ള വള്ളമാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. വർഷങ്ങളായി ജലകായിക രംഗത്ത് സജീവമായ റെജിയുടെ നേതൃത്വശേഷിയും അർപ്പണവുമാണ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് എത്തിച്ചത്. ഗാഗുൽത്ത ബോട്ട് ക്ലബ്ബ് ചെറുകരയുടെ ഈ വള്ളം നേട്ടങ്ങളുടെ ചരിത്രമുള്ള ഒരു ടീമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കട്ടപ്പനക്കാരൻ ക്യാപ്റ്റനാവുന്നത് നാട്ടുകാരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മത്സര ഇനത്തിൽ റെജിയുടെ നേതൃത്വത്തിൽ ടീമിന് മികച്ച വിജയപ്രതീക്ഷയാണെന്ന് നാട്ടുകാരും പറയുന്നു. സിറ്റി വിഷൻ, കട്ടപ്പന.